കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. ആയവന കുഴുമ്പിത്താഴത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാനായത് പോലീസിന്റെ കൃത്യതയാർന്ന കണ്ടെത്തലുകളും നിഗമനങ്ങളും. കൊല്ലപ്പെട്ട കൗസല്യയുടെ മൂക്കിന്റെ അറ്റത്ത് കണ്ടെത്തിയ മുറിവാണ് അന്വേഷണ സംഘത്തിന് പ്രതി ജിജോയിലേക്കെത്താൻ വഴിത്തിരിവായത്. ആയവന കുഴുമ്പിത്താഴത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യതയാർന്ന കണ്ടെത്തലുകളും നിഗമനങ്ങളുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. കൊല്ലപ്പെട്ട കൗസല്യയുടെ മൂക്കിന്റെ അറ്റത്ത് കണ്ടെത്തിയ നഖം ഉപയോഗിച്ചുള്ള മുറിവാണ് അന്വേഷണ സംഘത്തിന് പ്രതി ജിജോയിലേക്കെത്തുവാൻ വഴിത്തിരിവായത്. കൗസല്യയുടെ മരണവിവരം നാട്ടുകാരെ അറിയിച്ചത് ജിജോയും സഹോദരൻ സിജോയും ചേർന്നാണ്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതിനിടയിൽ പോലീസ് കണ്ടെത്തിയ കൗസല്യയുടെ മൂക്കിന്റെ അറ്റത്തുള്ള മുറിവാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. കയ്യിൽ ഏറെ നഖമുള്ള ജിജോയെ പോലീസ് അപ്പോൾ മുതലാണ് നിരീക്ഷിച്ചു തുടങ്ങിയത്. പോലീസ് നായ സ്ഥലത്തെത്തിയപ്പോഴും തന്ത്രപരമായ രീതിയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ജിജോയെ പോലീസിന് കൂടുതൽ സംശയമായി. തുടർന്നാണ് ജിജോയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും പോലീസ് നടത്തിയിരുന്നു. കൊലയ്ക്കുപയോഗിച്ച മകളുടെ ഷാളും കൗസല്യയുടെ നഷ്ടപ്പെട്ട മാലയും കണ്ടെത്തി. കൊലപാതകത്തിനു ശേഷം കാലാമ്പൂർ കടവിലാണ് ഷാൾ ഉപേക്ഷിച്ചത്. ഷാൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് വീട്ടിലെത്തിച്ച് ശുചിമുറിയിൽ ഒളിപ്പിച്ച മാലയും കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് കുമാർ സക്സേന IPSന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP AJ തോമസിന്റെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ രവി സന്തോഷ്, പോത്താനിക്കാട് ഇൻസ്പെക്ടർ സജിൻ ശശി, കുട്ടമ്പുഴ ഇൻസ്പെക്ടർ ഷൈൻ, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ CB, അബ്ദുൾ റഹ്മാൻ, ബഷീർ, എഡിസൺ മാത്യു, ഗ്രേഡ് അസിസ്റ്റന്റ് SIമാരായ ഗിരീഷ് കുമാർ, മുഹമ്മദ് ഹാരിസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഷാദ് KM, ജിബി, സുജിത്, ബിനു KR, അഷ്റഫ് CM, CPOമാരായ അഫ്സൽ കോയ, നൌഫൽ, ബോബി എബ്രഹാം, എൽദോ വർഗീസ്, വുമൺ CPOമാരായ തുളസി, സഫിയ എന്നിവരും പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മനോജ് MS, മൂവാറ്റുപുഴ DYSP ഓഫീസിലെ ഗ്രേഡ് SI ഗിരീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.